ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്തു, ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് എൻകാപ്സുലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്കാണ്. ഓക്കെ, എൻകാപ്സുലേറ്റിംഗ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് യു ആർ പ്രൊട്ടക്റ്റിംഗ്, യു ആർ എൻകാപ്സുലേറ്റിംഗ് സംതിങ്. ഇവിടെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഡാറ്റയാണ്. സോ എൻകാപ്സുലേഷൻ ഈസ് ആക്ച്വലി മീൻസ് പ്രൊട്ടക്റ്റിംഗ് ഡാറ്റ ഇൻസൈഡ് എ ക്ലാസ് ആൻഡ് യു ക്യാൻ കൺട്രോൾ ഹൗ ഇറ്റ് ഈസ് ആക്സസ്ഡ് ഓർ ചേഞ്ച്ഡ്. എങ്ങനെയാണ് ഔട്ട്സൈഡ് വേൾഡിൽ നിന്നും ഈ ഡാറ്റയെ ആക്സസ് ചെയ്യുന്നതും അത് ചേഞ്ച് ചെയ്യുന്നതും, അതിൻ്റെ മേളിൽ അല്ലെങ്കിൽ നമ്മളെ ഡാറ്റയുടെ മേളിലുള്ള ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷനാണ് ആക്ച്വലി ഈ എൻകാപ്സുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് വേ യു ക്യാൻ പ്രൊട്ടക്റ്റ് യുവർ ഡാറ്റ. അപ്പോൾ അതാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എൻകാപ്സുലേഷനെ കുറിച്ച് പറയാം. എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ പ്രൊട്ടക്റ്റിംഗ് ഡാറ്റയാണ്. ഹൗ യുവർ ഡാറ്റ ഈസ് ആക്സസ്ഡ് ഔട്ട്സൈഡ് ഓഫ് ദിസ് ക്ലാസ്. ദാറ്റ് മീൻസ് ഇപ്പോൾ എനിക്ക് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട്. ഈ സ്റ്റുഡൻറ്റ് ഡാറ്റയാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്, ഈ മെയിൻ ഡോട്ട് ഈ ലൈബ്രറിക്ക് പുറത്ത് നിന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ ആക്സസ് ചെയ്യുകയാണ് ചെയ്തത്. വേറൊരു ലൈബ്രറിയിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ഡാറ്റയെ എന്ത് ചെയ്തു, ആക്സസ് ചെയ്തു. നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് ആക്സസ് ചെയ്യാം, അതിലേക്ക് വാല്യൂ സെറ്റ് ചെയ്യാം, അതിലെ വാല്യൂ ആക്സസ് ചെയ്യാം ഇതേപോലെ. ഓക്കെ, ആൻഡ് ഈവൻ യു ക്യാൻ സെറ്റ് വാല്യൂ ലൈക്ക് ദിസ്. ഇപ്പോൾ ഞാൻ സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് ഏജ് ഈക്വൽ ടു, യു ക്യാൻ സെറ്റ് സം വാല്യൂ ലൈക്ക് ദിസ്. ആൻഡ് സ്റ്റുഡൻറ്റ് 2 ഡോട്ട് നെയിം എന്ന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ സെറ്റ് എ വാല്യൂ. നേരത്തെ നമ്മൾ ബോബ് എന്നാണ് സെറ്റ് ചെയ്തത്. നൗ ഐ ചേഞ്ച് ദാറ്റ് ടു ജോബിൻ. ഓക്കെ, ഇനി ഞാൻ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ആക്ച്വലി ഗോയിങ് ടു ഗെറ്റ് ദാറ്റ്. ഇവിടെ കണ്ടില്ലേ, ജോബിൻ എന്നായിരിക്കും വരിക. ഓക്കെ, നേരത്തെ നമ്മൾ സ്റ്റുഡൻറ്റ് ടൂവിൽ സെറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ഡീഫോൾട്ട് വാല്യൂ വന്നു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഔട്ട്സൈഡ് ദ ക്ലാസ് നമ്മൾ ആ വാല്യൂ എന്ത് ചെയ്തു, ആക്സസ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് പുതിയ വാല്യൂ സെറ്റ് ചെയ്തു, അതിനെ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ യു ക്യാൻ കൺട്രോൾ ദിസ് തിങ് ആൻഡ് യു ക്യാൻ ഡിസൈഡ് ഹൗ യുവർ ഡാറ്റ ഈസ് ആക്സസ്ഡ് ഓർ ചേഞ്ച്ഡ് എന്നുള്ള കാര്യം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എൻകാപ്സുലേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഇത് നോക്കിക്കഴിഞ്ഞാൽ എനിവൺ ക്യാൻ കം ആൻഡ് ചേഞ്ച് ദ ഡാറ്റ എന്നുള്ള രീതിയിലാണ് ഇത് കിടക്കുന്നത്. ആൻഡ് അപ്പോൾ നമ്മളിത് എന്തല്ല, ദർ ഈസ് നോ പ്രൊട്ടക്ഷൻ. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പ്രൊട്ടക്ഷനൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ എൻഫോഴ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുണ്ട്, വി ഹാവ് എൻകാപ്സുലേഷൻ ആക്ച്വലി. അതിന് ദർ ആർ ഡിഫറെൻറ്റ് വേ. വൺ ഈസ് കോൾഡ്, നമ്മൾ എന്ത് ചെയ്യണം, ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പറയുന്ന എൻകാപ്സുലേഷൻ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരാം. അതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട വേരിയബിൾസിനൊക്കെ എന്ത് ചെയ്യുക, യു ക്യാൻ മേക്ക് ദിസ് പ്രൈവറ്റ്. ഓക്കെ, ദെൻ യു ക്യാൻ ഡിസൈഡ് ഔട്ട്സൈഡ് വേൾഡ് ഇതെങ്ങനെ ആക്സസ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, വി ആർ ഗോയിങ് ടു റൈറ്റ് ഗെറ്റേഴ്സ് ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഔട്ട്സൈഡ് വേൾഡ് ആക്സസ് ചെയ്യുന്നത്. അതിലേക്ക് വാല്യൂ സെറ്റ് ചെയ്യണമെങ്കിൽ we will write setters and this is actually ഇതെന്തായിരിക്കും, ഇത് നമ്മളുടെ വേരിയബിളിനെ എന്ത് ചെയ്യും, ഹൈഡ് ഡാറ്റ. ഇറ്റ്സ് ആക്ച്വലി ഹൈഡ് ഡാറ്റ ഫ്രം ഡയറക്റ്റ് ആക്സസ്. അതായത് ഔട്ട്സൈഡ് വേർഡിൽ നിന്ന് എന്ത് ചെയ്യും, ഹൈഡ് ചെയ്യും. ഓക്കെ, ദെൻ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഗെറ്റേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് അലോ സേഫ് റീഡിങ് ഓഫ് യുവർ ഡാറ്റ. ദെൻ സെറ്റേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിലേക്ക് വാല്യൂ സെറ്റ് ചെയ്യണമെങ്കിൽ അലോ സേഫ് കൺട്രോൾഡ് മോഡിഫിക്കേഷൻ ആയിരിക്കും എന്ത്, സെറ്റേഴ്സ് ത്രൂ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ എൻകാപ്സുലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കറിയാം ഡാർട്ടിൽ, ഇപ്പോൾ ഞാൻ ഈ സ്റ്റുഡൻറ്റ് ക്ലാസ്സിൽ വന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ക്ലാസ് എഴുതാം. ആക്ച്വലി സ്റ്റുഡൻറ്റ് ക്ലാസ് തന്നെ വേണ്ട, വേറൊരു കൺസെപ്റ്റ് എടുക്കാം. ലെറ്റ്സ് ഹാവ് എൻ അക്കൗണ്ട്. ഓക്കെ, അക്കൗണ്ട് .dart. ഓക്കെ, സോ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യാണ്, അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഇതിനകത്ത് എനിക്ക് എന്തുണ്ട്, എനിക്ക് ബേസിക്കലി എന്ത് വേണം, ആൻഡ് എക്സസൈസ് ഫയൽ നോക്കട്ടെ. ഓക്കെ, നമുക്ക് എന്ത് വേണം, നമുക്ക് ഇവിടെ അക്കൗണ്ട് ബാലൻസ് വേണം. അക്കൗണ്ട് ബാലൻസ് ഞാൻ ഡബിൾ ആയിട്ടാണ് എടുക്കുന്നത്. ഡബിൾ ബാലൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇതാണ് നമ്മളുടെ വാല്യൂ. ഇനി ഞാൻ ഇതിൽ തന്നെ മെയിൻ ഫംഗ്ഷൻ എഴുതുന്നുണ്ട്, void main
ഓക്കെ, ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ട് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എ ദാറ്റ് ഈസ് ഈക്വൽ ടു അക്കൗണ്ട്, എ ഈസ് ക്യാപിറ്റൽ. ഓക്കെ, ആൻഡ് എനിക്ക് ഇത് പ്രൈവറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഇതിനകത്ത് പ്രത്യേകിച്ച് പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ ഡോട്ട് എന്ത് സെറ്റ് ചെയ്യാൻ പറ്റും, ബാലൻസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ 120 എന്ന് സെറ്റ് ചെയ്യാണ്. ഓക്കെ, ആൻഡ് പക്ഷേ ഞാനിവിടെ വന്നിട്ട് ഇതിനെ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് മേക്ക് ഇറ്റ് പ്രൈവറ്റ് എന്നാണ്. സോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം പ്രൈവറ്റ് ആക്കാൻ പോവാണ്. അപ്പോൾ ഡാർട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പ്രൈവറ്റ് ആക്കണമെങ്കിൽ യു ഹാവ് ടു പുട്ട് ദിസ് അണ്ടർസ്കോർ. നൗ ഇറ്റ് ഈസ് പ്രൈവറ്റ്. നൗ യു ക്യാൻ സി ഇവിടെ കണ്ടില്ലേ, ദ സെറ്റർ ബാലൻസ് ഈസ് ഇൻ ഡിഫൈൻ ഫോർ ദ ടൈപ്പ് അക്കൗണ്ട് എന്ന് എഴുതി കാണിച്ചു. ബിക്കോസ് ദിസ് ഈസ് എ പ്രൈവറ്റ് വേരിയബിൾ, യു കാണ്ട് ആക്സസ് ദാറ്റ് വേരിയബിൾ ഔട്ട്സൈഡ് ഓഫ് ദിസ് ക്ലാസ്. ഈ ക്ലാസ്സിൻ്റെ പുറത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇനി നമുക്ക് വേണ്ടത് എന്ത് വേണം, എനിക്ക് പക്ഷേ ഇതിനകത്തേക്ക് എനിക്ക് ഇതിൻ്റെ പുറത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇതിലേക്ക് വാല്യൂ സെറ്റ് ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ വാല്യൂ സെറ്റ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ഇതിന് പകരം ഞാൻ അവിടെ ഒരു പ്രിൻ്റാണ് എന്ന് വയ്ക്കുക, എ ഡോട്ട് ബാലൻസ് എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഇവിടെ കണ്ടോ, ഡബിൾ ബാലൻസ്, എ ഡോട്ട് ബാലൻസ്. ആൻഡ് ഇവിടെ വന്നിട്ട് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതല്ലല്ലോ അക്കൗണ്ട് അല്ലേ. ഓക്കെ, ഡാർട്ട് അക്കൗണ്ട് ഡോട്ട് ഡാർട്ട്. ഓക്കെ, യു ആർ ഗോയിങ് ടു ഗെറ്റ് 0.0. ആൻഡ് ഇവിടെ എന്തായിരിക്കും നമുക്ക് ഇതിനകത്ത് ഇതെങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റിയത്, ഡബിൾ അണ്ടർസ്കോർ ബാലൻസ്, എ ഡോട്ട് ബാലൻസ്, എ ഡോട്ട് അണ്ടർസ്കോർ ബാലൻസ്, പ്രൈവറ്റ് വേരിയബിൾ. ഇറ്റ് ഈസ് ആക്സസിബിൾ ഇൻസൈഡ് ദിസ് ഫയൽ. ഇതിനകത്ത് ആക്സസ് ചെയ്യാം. ഇത് ഈ മെയിൻ ഫംഗ്ഷനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലൈബ്രറിക്കകത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് ആക്സസ് ചെയ്യാം കേട്ടോ. ഇതിനെ പുറത്തേക്ക് കൊണ്ടുപോവാണ്. ഇവിടെ ഇതിനെ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരി. നൗ അക്കൗണ്ട് യു ഹാവ് ടു ഇമ്പോർട്ട് ദിസ് അക്കൗണ്ട്. നൗ യു ക്യാൻ സി ഇറ്റ് കാൺട്ട് ബി ആക്സസ് ബിക്കോസ് എന്താണ്, ഇതെന്തല്ല, ഇതൊരു പ്രൈവറ്റ് വേരിയബിൾ ആണ്. നമുക്കതിൻ്റെ പുറത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്തുള്ളത്, പുറത്ത് ആക്സസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലുള്ള വാല്യൂ റീഡ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിലുള്ള വാല്യൂ ഗെറ്റ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റാണ്. അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഗെറ്റർ ഉപയോഗിക്കുന്നത്. ഗെറ്റർ അപ്പം എന്ത് തരും, അലോ ആക്സസ് ടു ദ ഡാറ്റ. നിങ്ങൾക്ക് ആ ഡാറ്റയിൽ നിങ്ങൾക്ക് എന്ത് തരും, ആക്സസ് തരും. ദാറ്റ് മീൻസ് യു ക്യാൻ റീഡ് ദ ഡാറ്റ. ഓക്കെ, നിങ്ങൾക്ക് സെറ്റർ എന്ത് തരും, സെറ്റർ ഈസ് ഗിവ് യു ദ പവർ ടു സെറ്റ് ഓർ അലോ കൺട്രോൾഡ് അപ്ഡേറ്റ്. അല്ലെങ്കിൽ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ സെറ്റ് വാല്യൂ, സെറ്റ് ഡാറ്റ. ഇതാണ് ഗെറ്ററും സെറ്ററും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഗെറ്ററും സെറ്ററും എഴുതുക ആക്ച്വലി? അപ്പോൾ അത് എഴുതുന്നത് ഈ ക്ലാസ്സിനകത്ത് എഴുതുക. എനിക്ക് ഈ വേരിയബിളിലേക്ക് വാല്യൂ സെറ്റ് ചെയ്യും വേണം, അതിലുള്ള വാല്യൂ എന്ത് ചെയ്യണം, ആക്സസ് ചെയ്യും വേണം ഫ്രം സം ഔട്ട്സൈഡ്, അല്ലെങ്കിൽ ഈ ലൈബ്രറിക്ക് പുറത്തുനിന്ന് ഇതിലേക്ക് ആക്സസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മളിവിടെ ആദ്യം എന്ത് ചെയ്യാൻ പോവാണ്, വി ആർ ഗോയിങ് ടു റൈറ്റ് എ ഗെറ്റർ. ഗെറ്റർ എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഞാനിവിടെ വന്നിട്ട് ബാലൻസ് ഗെറ്റ് ബാലൻസ് എന്ന് പറഞ്ഞ സാധനം എഴുതുകയാണ്, ഗെറ്റ് ബാലൻസ്. ഓക്കെ, ബാലൻസ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ദിസ് ഈസ് ഗോയിങ് ടു ഗിവ് യു, ഇതേപോലെ എഴുതാം, റിട്ടേൺ എന്തായിരിക്കും റിട്ടേൺ ചെയ്തിട്ടുണ്ട്, അണ്ടർസ്കോർ ബാലൻസ് റിട്ടേൺ ചെയ്ത് തരണം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, എ ഡോട്ട് നമുക്ക് എന്ത് വിളിക്കാം, യു ക്യാൻ കോൾ ഗെറ്റ് ബാലൻസ്, ഇത് വിളിക്കാം. ദിസ് ഈസ് എ ഗെറ്റർ. ഓക്കെ, അതായത് ഒരു ഗെറ്റർ മെത്തേഡ് എഴുതുക ചെയ്ത്. ഇതേപോലെ നമുക്കൊരു വാല്യൂ സെറ്റ് ചെയ്യണമെങ്കിലോ നമ്മളിവിടെ വന്നിട്ടൊരു വാല്യൂ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു റൈറ്റ് എ മെത്തേഡ് വോയിഡ് ഡെപ്പോസിറ്റ്. ഓക്കെ, ഇതിലേക്ക് വാല്യൂ സെറ്റ് ചെയ്യാണ്. വാല്യൂ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ സെറ്റ് ചെയ്യേണ്ടത് അതുണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഡബിൾ ടൈപ്പിൽ എമൗണ്ട് എന്ന് പറയുന്നൊരു വേരിയബിൾ എഴുതി, എമൗണ്ട്. ഇതെന്ത് ചെയ്യും, ദിസ് ഈസ് ആക്ച്വലി ഗോയിങ് ടു സെറ്റ് സം വാല്യൂ, ബാലൻസ്. ഈ ഇൻസ്റ്റൻസിൻ്റെ കയ്യിലുള്ള ഈ പ്രൈവറ്റ് വേരിയബിളിലേക്ക് എന്ത് ചെയ്യണം, അത് സെറ്റ് ചെയ്യണം, എമൗണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒബ്ജക്റ്റ് ഉണ്ടാക്കി, എ ഡോട്ട് ഡെപ്പോസിറ്റിനെ കോൾ ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, 1500 സെറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ബാലൻസ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈസിൻ്റെ മെയിൻ ഫങ്ഷൻ. ACCOUNT
ഡാർട്ട് what is the issue here? Void main. Okay, wait a second. I think I have a typo here. Main function isn't defined. അക്കൗണ്ടിനകത്ത് അല്ല, അക്കൗണ്ട് അല്ലല്ലോ നമ്മൾ എഴുതുന്നത്, മെയിൻ ഡോട്ട് ഡാർട്ട് അല്ലേ. ഓക്കെ, ഡാർട്ട് മെയിൻ ഡോട്ട് ഡാർട്ട്. ഓക്കെ, സ്പേസ് ഇട്ടില്ല. ഡാർട്ട് മെയിൻ ഡോട്ട് ഡാർട്ട്. Now will get your balance as 1500. ഓക്കെ, അത് നമ്മൾ സെറ്റ് ചെയ്തത് എവിടെ നിന്നാണ്? ഇതുവഴി എന്ത് ചെയ്തു? വാല്യൂ സെറ്റ് ചെയ്തു. ഇത് അല്ല, സെറ്റ് ചെയ്തത് വഴി. ദിസ് ഈസ് എ സെറ്റർ ആക്ച്വലി. ഓക്കെ, സെറ്റർ ആൻഡ് ദിസ് ഈസ് എ ഗെറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ ഈ ഒരു ഇതിനെ നമ്മൾ പുറത്ത് എക്സ്പോസ് ചെയ്തിട്ടേ ഇല്ല. അതായത് നമ്മൾ ഈ ഒരു വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പുറത്ത് എക്സ്പോസ് ചെയ്തിട്ടേ ഇല്ല. നമ്മൾ ഇത് ത്രൂ ആണ് എന്ത് ചെയ്തത്, അതിലുള്ള ഡാറ്റ ആക്സസ് ചെയ്തതും അതിലേക്ക് വാല്യൂ സെറ്റ് ചെയ്തതും ഒക്കെ. അപ്പോൾ ഇതിനെയാണ് ഗെറ്റർ മെത്തേഡ് എന്നും ഇതിനെ നമ്മൾ സെറ്റർ മെത്തേഡ് എന്നും പറയും. പക്ഷേ ഡാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയോ? നമുക്ക് ഇത്രയും എഴുതി പിടിപ്പിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ദർ ഈസ് എ കീവേഡ്, ഗെറ്റ് എന്നുള്ള കീവേഡ് ഉണ്ട്. ആൻഡ് ഗെറ്റിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, അതിന് മസ്റ്റായിട്ട് റിട്ടേൺ ടൈപ്പ് ഉണ്ടായിരിക്കും. എന്ത് വാല്യൂ ആണോ ഗെറ്റ് ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഈ വാല്യൂ ആണ് ഗെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ടൈപ്പ് എന്താണോ അതായിരിക്കും ഈ ഗെറ്ററിൻ്റെ റിട്ടേൺ ടൈപ്പ്. ഇപ്പോൾ ഇവിടെ ഡബിൾ ആയതുകൊണ്ട് ഇതിൻ്റെ ഡബിൾ എന്നാണ് അതിൻ്റെ റിട്ടേൺ ടൈപ്പ്. ഡബിൾ, ദെൻ യു ക്യാൻ യൂസ് എ കീവേഡ് ഗെറ്റ്, എന്നിട്ട് അതിനൊരു പേര് കൊടുക്കുക. ഡബ് ബാലൻസ് അല്ലേ. ഓക്കെ, ബാലൻസ്. ഓക്കെ, ദെൻ യു ക്യാൻ യൂസ് ദിസ് ആരോ ലൈക്ക് ദിസ്, ഇതേപോലെ ആരോ. ഇനി ഏതിലുള്ള വാല്യൂ ആണോ ഇതിനെ കോൾ ചെയ്താൽ തരേണ്ടത് അത് കോൾ ചെയ്യുക. എനിക്ക് വരേണ്ടത് അണ്ടർസ്കോർ ബാലൻസ് എന്ന് പറയുന്ന ഇതിലുള്ള വാല്യൂ ആണ് ഈ ഗെറ്ററിനെ കോൾ ചെയ്താൽ കിട്ടേണ്ടത്. ഇനി ഇവിടെ വരിക, ഇപ്പോൾ നമ്മൾ കോൾ ചെയ്ത് ഇങ്ങനെയാണ്. ഇനി ഇതിന് പകരം എന്ത് ചെയ്താൽ മതി അറിയോ? യു ക്യാൻ കോൾ ബാലൻസ്, ഇതേപോലെ. ഓക്കെ, ഇവിടെ കൊണ്ടുപോയി മൗസ് ഓവർ ചെയ്താൽ കാണിച്ചു തരും ദിസ് ഈസ് എ ഗെറ്റർ. ഓക്കെ, ഇത് നമ്മൾ പല സ്ഥലത്തും കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ വന്നിട്ട് ഇൻറ്റ് ഏജ് ഈക്വൽ ടു 25 എന്ന് ഞാൻ എഴുതി. ഏജ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട്, ഇത് നോർമലി നമ്മൾ ചെയ്യുന്നത് ഏജ് ഡോട്ട് ഈസ് ഈവൻ എന്ന് ഞാൻ കോൾ ചെയ്തു. നൗ യു ക്യാൻ സീ ദിസ് ഈസ് എ ഗെറ്റർ. ഇവിടെ കണ്ടില്ലേ? ഇതെന്തല്ല, ഇത് ഈ എൻഡ് ക്ലാസ്സിലുള്ള ഒരു പ്രോപ്പർട്ടി പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കി വെച്ചതിലെ വാല്യൂ നമ്മൾ ആക്സസ് ചെയ്താണ് എന്ത്, ഈ ഗെറ്റർ ത്രൂ. ഇത് ഡീഫോൾട്ടായിട്ട് നമുക്കുള്ള ഡാറ്റ ടൈപ്പാണ്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, അതേപോലെ ഒരു ഗെറ്റർ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അത് എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ ക്ലാസ്സിലുള്ള ആ പറയുന്ന പ്രോപ്പർട്ടിയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഐ ജസ്റ്റ് ഹാവ് എ ഗെറ്റർ. അത് എഴുതിയത് ഇങ്ങനെയാണ്, ഗെറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇനി സെറ്ററും നിങ്ങൾക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ എഴുതാം. അതായത് സെറ്റ് കീവേഡ് ഉപയോഗിച്ചിട്ട് എഴുതാം, വോയിഡ്. ആൻഡ് സെറ്റർ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റർ എപ്പോഴും എന്തായിരിക്കും, സെറ്ററിന് എന്തുണ്ടായിരിക്കില്ല, റിട്ടേൺ ടൈപ്പ് ഉണ്ടായിരിക്കില്ല. സെറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യാനേ പോകുന്നുള്ളൂ, നമ്മൾ അതിലേക്ക് വാല്യൂ സെറ്റ് ചെയ്യാനേ പോകുന്നുള്ളൂ. ഓക്കെ, ഇതേപോലെ ഞാൻ എഴുതി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ഡെപ്പോസിറ്റ് ഈക്വൽ ടു, നേരത്തെ നമ്മൾ എഴുതിയത് ഫങ്ഷൻ കോൾ ആയിട്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ, എ ഡോട്ട് ഡെപ്പോസിറ്റ് എന്ന് എഴുതി. ഇവിടെ ഞാൻ ചെയ്തത് സെറ്റ്, ഇത് ഇവിടെ കൊണ്ടുപോയി മൗസ് വെച്ചാൽ കാണിച്ചിട്ടുണ്ട് ദിസ് ഇസ് എ സെറ്റ്, ദിസ് എ സെറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സെറ്റ് ചെയ്തു. ഓക്കെ, പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് നേരത്തെ ഇതേപോലെ സെറ്റ് കീവേഡ് പ്രിഫർ ചെയ്യാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതൊക്കെ ഒഴിവാക്കാം കേട്ടോ. അതായത് ഇത് നേരത്തെ എഴുതിയ സെറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ റൈറ്റ് ദ ആരോ ലൈക്ക് ദിസ്. ഇവിടെ വന്നിട്ട് ഈ ആരോ ഉപയോഗിക്കാം, ഒറ്റ ലൈനിൽ എഴുതാം. ഓക്കെ, ആൻഡ് ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയോ, നമുക്കൊരു വാല്യൂ സെറ്റ് ചെയ്യുമ്പോൾ നേരത്തെ ഒരു കേസിൽ ഇതിപ്പോൾ ഞാൻ ബാലൻസ് എന്ന് വേറൊരു വേരിയബിൾ എഴുതാം, ഇൻറ്റ് സം വാല്യൂ. ഞാൻ ജസ്റ്റ് ഒരു എ എന്ന് പറഞ്ഞൊരു വാല്യൂ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ഒന്നും അല്ലാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ലൈക്ക് ദിസ്. ഓക്കെ, എനിക്ക് ഈ എയിലേക്ക് വാല്യൂ സെറ്റ് ചെയ്യണം. വാല്യൂ സെറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എ ഡോട്ട് എന്ന് പറഞ്ഞിട്ട് സെയിം എ ആണല്ലോ അല്ലേ.
ഓക്കെ, ഇവിടെ വന്നിട്ട് സം വാല്യൂ എ എൻ കൊടുത്തു. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എ ഡോട്ട് എ എൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിലേക്ക് വാല്യൂ സെറ്റ് ചെയ്യാം. ലൈക്ക് ദിസ്, സിമ്പിളി ഇതേപോലെ സെറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അറിയോ, ഈ സെറ്ററിൻ്റെ അഡ്വാൻറ്റേജ് നമുക്കിത് സെറ്റ് ചെയ്യുമ്പോൾ ആ വാല്യൂ ഈ ഇൻസ്റ്റൻസിൻ്റെ കയ്യിലുള്ള എ എൻ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പേ ഇഫ് യു വാണ്ട് ടു ചെക്ക് സം കണ്ടീഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ എഴുതിയാൽ നടക്കില്ല. അതായത് നമ്മൾ നോർമലി ചെയ്യുന്ന രീതിയിൽ എഴുതിയാൽ എന്ത് ചെയ്യില്ല, ഇതിവിടെ നടക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ വാല്യൂ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരം ലോജിക്കൊക്കെ നിങ്ങൾക്ക് എവിടെ എഴുതാൻ കഴിയും, ഇവിടെ എഴുതാൻ കഴിയും. ഇപ്പോൾ ഞാനിതിനെ ഈ സെറ്റൊക്കെ ഇത് മാറ്റിയിട്ട് നോർമലി നമ്മൾ എഴുതുന്ന പോലെ നേരത്തെ എഴുതിയ പോലെ എഴുതാം. ലൈക്ക് ദിസ്. ഓക്കെ, ദർ ഇസ് നോ നീഡ് ഓഫ് ആരോ ഹിയർ ആൻഡ് ദർ ഇസ് നോ നീഡ് ഓഫ് സെമിക്കോളൺ. ഓക്കെ, നൗ യു ക്യാൻ ചെക്ക് എമൗണ്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇഫ് എമൗണ്ട് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം എന്ത് നമ്മളുടെ വാല്യൂ സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രം എന്തായിരിക്കണം, ഉള്ള ബാലൻസിൻ്റെ കൂടെ ബാലൻസ് പ്ലസ് ഈക്വൽ ടു എമൗണ്ട് ആയിരിക്കണം. ഓക്കെ, ദെൻ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യണം, യു ഹാവ് ടു പാസ് എ മെസ്സേജ് പ്രിൻറ്റ് ഡെപ്പോസിറ്റ് എമൗണ്ട് മസ്റ്റ് ബി പോസിറ്റീവ് ഓർ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0 എന്നായിരിക്കണം. ഓക്കെ, ഇങ്ങനെ എഴുതി. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേറെയും സെറ്റർ എഴുതാം കേട്ടോ. അതായത് നമുക്ക് വേറെയും മെത്തേഡ് എഴുതാം. വേറെ മെത്തേഡ് എഴുതാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ വേണ്ടി മെത്തേഡ് എഴുതാം. അതായത് അത് നോർമൽ മെത്തേഡാണ്, ഇത് വാല്യൂ സെറ്റ് ചെയ്യുന്ന സെറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാം, ഇവിടെ നമ്മളിത് ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, എ ഡോട്ട് ഡെപ്പോസിറ്റ് ഇവിടെ ഇല്ല, നമുക്ക് എന്ത് വേണം, വാല്യൂ സെറ്റ് ചെയ്യാൻ പോവാണ്. എ ഡോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റിനെ കോൾ ചെയ്തു, എമൗണ്ട് ഞാൻ 0 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലി എന്ത് കിട്ടും, ഡെപ്പോസിറ്റ് എമൗണ്ട് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ THAN. ഓക്കെ, ഇത് ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും. ഓക്കെ, ഇത് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ സെറ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിച്ച് എഴുതാം. ഞാൻ സെറ്റ് എന്ന് എഴുതി. നൗ യു ക്യാൻ കം ഹിയർ, ഇവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എ ഡോട്ട് ഡെപ്പോസിറ്റ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ദിസ് ഇസ് സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ സെറ്റ് ആൻഡ് ഗെറ്റ് ആർ 2 കീവേഡ്സ് ഫോർ സെറ്റിംഗ് ദ വാല്യൂ ആൻഡ് ഗെറ്റിംഗ് ദ വാല്യൂ. ആൻഡ് റിമെമ്പർ വൺ തിങ്, നിങ്ങൾക്ക് ഒരു വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സെറ്റർ എഴുതണം. അതായത് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വരരുത്, ഒറ്റ ഇതിനകത്ത് പോയിട്ട് എല്ലാം കൂടി സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് ഇവിടെ വേറൊരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക, ബാലൻസ് ഉണ്ട്, ദെൻ സ്ട്രിങ് അക്കൗണ്ട്, ഞാനൊരു ഇൻ റിയൽ വേൾഡ് എക്സാമ്പിൾ അല്ല, അക്കൗണ്ട് ടൈപ്പ് എന്ന് ഞാൻ എഴുതി. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് വേറൊരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. ആൻഡ് ഐ ഹാവ് ദാറ്റ് ഈസ് ഓൾസോ എ പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഓക്കെ, ഇതിലെ വാല്യൂ ഗെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ എന്താ അതിൻ്റെ ടൈപ്പ്, സ്ട്രിങ് ആണ്, ഗെറ്റ് അക്കൗണ്ട് ടൈപ്പ്, അതെന്ത് ചെയ്യും, അണ്ടർസ്കോർ അക്കൗണ്ട് ടൈപ്പ് തരും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് എ നള്ളബിൾ തിങ് ആക്ച്വലി. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യണം, ആൻഡ് നോട്ട് സെറ്റ്. ഓക്കെ, ഇനി ഇതേപോലെ ഇതിന് സെറ്റർ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിന് സെറ്റർ എഴുതണമെങ്കിൽ വേറെ സെറ്റർ തന്നെ എഴുതണം. എന്ന് ഞാൻ ലിറ്ററലി പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് 10 പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിലെ വാല്യൂ ഗെറ്റ് ചെയ്യണമെങ്കിൽ 10 ഗെറ്റർ എഴുതണം. 10 പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് വാല്യൂ സെറ്റ് ചെയ്യണമെങ്കിൽ 10 സെറ്റർ എന്ത് ചെയ്യണം, എഴുതണം. പക്ഷേ യു ആർ ആഡിങ് എ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ടു യുവർ പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ആ ക്ലാസ്സിൽ നമ്മൾ അഡീഷണൽ ലെയർ ഓഫ് പ്രൊട്ടക്ഷനാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്തേക്ക് വാല്യൂ സെറ്റ് ചെയ്യുന്നതും ഗെറ്റ് ചെയ്യുന്നതും. ആൻഡ് സാധാരണ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സെറ്റ് കീവേഡ് പ്രിഫർ ചെയ്യാറില്ല. അതിന് പകരം നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ നോർമൽ മെത്തേഡാണ് എഴുതുന്നത്. അതിന് കാരണം എന്തായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ആർ ലോട്ട് ഓഫ് റീസൺസ്. ആൻഡ് നമ്മൾ സെറ്റ് അങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. അതായത് ഐ തിങ്ക് ഈ രീതിയിൽ എഴുതാൻ കഴിയും തോന്നുന്നു. നോർമലി സെറ്റ് കീവേഡ് ഉപയോഗിച്ച് എഴുതാറുണ്ട്. യു ക്യാൻ റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ്
ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത് സെറ്റർ ആൻഡ് ഗെറ്റർ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്.